ഒരു ഇടവകയിലെ 3 അമ്മച്ചിമാർ ഒരേ ദിവസം മരണപ്പെട്ടു. 3 പേരുടെയും ആത്മാക്കൾ സ്വർഗത്തിലേക്കുള്ള വഴി വെച്ച് കണ്ടുമുട്ടി. 3 പേർക്കും വളരെ സന്തോഷമുണ്ടായി. ആ 3 പേരും വലിയ കരിസ്മാറ്റിക് ലീഡേഴ്സായിരുന്നു. രൂപതാതലത്തിലും അതുപോലെ തന്നെ സോണിലുമെല്ലാം വളരെയധികം സീരിയസ് ആയിട്ടും ആക്റ്റീവായിട്ടും പ്രവർത്തിച്ചവരായിരുന്നു 3 പേരും. അപ്പോൾ മറിയച്ചേടത്തി മറ്റുള്ളവരോട് 2 പേരോടും പ്രൈസ് ദി ലോർഡൊക്കെ പരസ്പരം അവർ പറഞ്ഞു. എന്നിട്ട് മറിയച്ചേടത്തി പറഞ്ഞു, ഇതെന്തൊരു വഴിയേ ഇത്, ഒന്ന് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. വീട്ടിൽ ഈ മൊസൈക്കിൽ നടന്ന് പഠിച്ചതുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഉടനെ അന്നമ്മച്ചേടത്തി പറഞ്ഞു, എടി എൻ്റെ കാല് കണ്ടോ, ആ ഹോം നേഴ്സാണെങ്കിൽ എന്നും കുത്തല്ലായിരുന്നു, ഇൻസുലിൻ കുത്തി നടക്കാൻ വയ്യ എനിക്ക്. അപ്പോൾ അന്നച്ചേടത്തി പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് പിന്നെ അങ്ങനെയാണ്, ഞാനാണെങ്കിൽ ICUവിലല്ലായിരുന്നോ 3 മാസം. അവിടെ നിന്ന് തണുപ്പാ. ഈ വഴിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ടേനെ, ഈ മാലാഖമാർക്കൊക്കെ എന്നാ ജോലി, ഈ വഴിയൊക്കെ നന്നാക്കി മനുഷ്യർക്ക് നടക്കാൻ പാകത്തിനാക്കിയിട്ടേനാ. അങ്ങനെ 3 പേരും കുശല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് മറിയച്ചേടത്തി ചോദിച്ചു, എടി നിൻ്റെ ചവാടക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എടി അത് എന്നാ ഇവൻറ്റുകാരോ അവരൊക്കെയല്ലേ നടത്തിയത്. അന്നമ്മച്ചേടത്തിയും ഏലിക്കുട്ടിച്ചേടത്തിയും പറഞ്ഞു, എൻ്റെ പൊന്നെ എന്ത് പറയാനാ. ഉടനെ മറിയച്ചേടത്തി പറഞ്ഞു, എടീ എൻ്റെ മരണത്തിനായിരുന്നു ഭയങ്കര തിരക്ക്. എന്തോരം ആൾക്കാരാണ് വന്നേ. വികാരിച്ചും പ്രസംഗിച്ചത് ഞാൻ ഒരു ജീവിക്കുന്ന വിശുദ്ധയാണെന്നൊക്കെയാണ് പ്രസംഗിച്ചത്. എനിക്ക് ഞാൻ കോരിത്തിരിച്ചു പോയില്ലേ. അങ്ങനെ 3 പേരും കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ നടക്കുമ്പം പുറകിൽ നിന്ന് ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് എന്ന ഉച്ചത്തിലുള്ള വിളി കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അപ്പോഴുണ്ടറാ അവരുടെ ധ്യാനഗുരു നടന്നു വരുവാണ്. അപ്പോൾ 3 പേരും പറഞ്ഞു, എടി നമുക്ക് ചായം വരട്ടെ, ധ്യാനഗുരു വരട്ടെ, ഒന്നിച്ചു പോകാം. അങ്ങേരുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അങ്ങേലും ഒത്തിരി ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. തന്നെയല്ല ഇങ്ങേരുമായിട്ട് ഈശോയ്ക്ക് ഭയങ്കര പിടിയല്ലായിരുന്നു. മറിയച്ചേടത്തി പറഞ്ഞു, ഇങ്ങേര് വചനം പ്രസംഗിക്കുമ്പോഴൊക്കെ എന്തൊക്കെ ഈശോയൊക്കെ ഇയാളോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ. എന്തോരം പേരുടെ അസുഖങ്ങളാണെന്നറിയാൻ മാറ്റി കൊടുത്തത്. പിശാചുക്കളെയൊക്കെ പുറത്താക്കുകയൊക്കെ ചെയ്യും. എന്തെല്ലാം കാര്യങ്ങളാണ് എല്ലാം ഈശോ ഇയാളോട് ചോദിച്ചിട്ടേ ചെയ്യുമായിരുന്നുള്ളൂ. ഈശോ എന്തെല്ലാം അരളി ചെയ്തിരിക്കുന്നത്. ഈശോ വചനങ്ങൾ കൊടുക്കുമായിരുന്നു. ഈശോ എല്ലാവരുടെയും പേരുകളൊക്കെ വിളിച്ച് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എല്ലാം ഈശോ ഇയാളോട് ചോദിച്ചാലല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. ഇയാളുടെ കൂടെ പോകാം. അങ്ങനെ 3 പേരും അവിടെ നിന്നു. ഉടനെ നമ്മുടെ ധ്യാനഗുരു വന്നു. അവർ 4 പേരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് അങ്ങ് മുമ്പോട്ട് നീങ്ങുകയാണ്. ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞു. അപ്പോൾ മറിയച്ചേടത്തി പറഞ്ഞു, ധ്യാനഗുരു കണ്ണടച്ചിട്ട് മെസ്സേജ് എടുത്തേ. ഇന്നെങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാവോ സ്വർഗത്തിൽ ചെല്ലുമ്പം? ധ്യാനഗുരു പറഞ്ഞു, നിങ്ങൾ കണ്ണടയ്ക്കൂ. ഹല്ലേലൂയ രീ നിങ്ങൾ 3 പേരും ഭാഷാപരത്തൊന്ന് സ്തുതിച്ചേ. 3 പേര് സ്തുതിച്ചു. അവിടെ ധ്യാനഗുരു പറഞ്ഞു, ഒട്ടും പേടിക്കണ്ട, ഈശോ അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് 3 പേർക്കും സുസ്വാഗതം. 3 പേർക്കും സ്വർഗത്തിലേക്ക് നേരെ അങ്ങ് പോകാം, പരീക്ഷ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അവർ 3 പേരും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ധ്യാനഗുരുവിനോടൊപ്പം സന്തോഷപൂർവ്വം മുന്നോട്ട് നീങ്ങി. അപ്പോഴുണ്ടോ അവിടുത്തെ ബസ് സ്റ്റാൻഡിലൊക്കെ ഈ ലോട്ടറി ടിക്കറ്റും ഏതാണ്ട് മുട്ടായികളൊക്കെ വിറ്റ് നടന്നത് ആ തിണ്ടിച്ചെറുക്കൻ അതിലൂടെ പോകണം. പറഞ്ഞ് ഇവർ പറഞ്ഞു, ആ ചെറുക്കന് വഴി തെറ്റിയതായിരിക്കും, ആ കള്ളുകൂടീനെ എങ്ങനെയാണ് സ്വർഗത്തിൽ പോണത്? നേരെ അവരോട് നമുക്ക് മിണ്ടണ്ട, നമ്മുടെ ഉള്ള വിശുദ്ധി കൊണ്ട് പോകും. അപ്പോൾ അവർ 4 പേരും പതിയെ റോഡിൻ്റെ സൈഡ് മറ്റേ വശം ചേർന്ന് അവർ 4 പേരും മുന്നോട്ട് നടന്ന് വിശേഷങ്ങളൊക്കെ അന്യോന്യം പറഞ്ഞു. ഏതായാലും ഭാഗ്യം, ദൂരെ നോക്കിയപ്പോൾ തന്നെ ഈശോയും മാതാവും യോസേപ്പിതാവും സ്വർഗത്തിൻ്റെ ഗേറ്റിൽ തന്നെ നിൽപ്പുണ്ട്. 4 പേരും ഈശോ അടുത്ത് ചെന്നു, ഈശോയേ കർത്താവേ. പക്ഷേ ഈശോ അവരെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നില്ല. ഈശോ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക മാതാവിനോട്. വീണ്ടും ധ്യാനഗുരു പറഞ്ഞു, കർത്താവേ കർത്താവേ. ഒന്ന് ഈശോ അത് കേട്ട ഭാവമില്ല. ഒന്ന് യോസേപ്പിതാവ് ഈശോയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈശോയെ ആരോ കാണാൻ വന്നിരിക്കുന്നു, എൻ്റെ പേരൊക്കെ കർത്താവേ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഒന്ന് വീണ്ടും 4 പേരും കർത്താവേ കർത്താവേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടാലും കർത്താവേ ഹല്ലേലൂയ. അപ്പോൾ ഈശോ അവരുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ നിങ്ങളിതിനെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എവിടുന്ന് വരും, നിങ്ങളാരാ? അപ്പോൾ ധ്യാനം പറഞ്ഞു, കർത്താവേ എന്നെ അറിയില്ലേ? അപ്പോൾ മറിയച്ചേടത്തി പറഞ്ഞു, ഈശോയ്ക്ക് ആളെ മനസ്സിലായില്ലേ, ഇത് നമ്മുടെ ധ്യാനഗുരു
നമ്മുടെ ബൈബിൾ ചായൻ എന്തോരം അശുദ്ധാത്മാക്കളെ പുറത്താക്കിയിട്ടുണ്ട് നിൻ്റെ പേരിൽ. നിന്റെ നാമത്തിൽ എന്തെല്ലോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വചനപ്രഘോഷങ്ങൾ നടത്തിയിരിക്കുന്നു. അയ്യോ, ഇത് അന്നമ്മച്ചേർത്തിയാണ് ഞങ്ങളുടെ ഈ വചനപ്രഘോഷണത്തിൻ്റെയൊക്കെ ലീഡറൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. എല്ലാം സാവകാശം കേട്ടതിന് ശേഷം ഈശോ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നേ ഇല്ല, ദുഷ്കർമ്മികളെ, നിങ്ങൾ ഇനി നിന്ന് അകന്നു പോകും. അങ്ങനെ 4 പേരും പരസ്പരം നോക്കി അത്ഭുതത്തോടെ. ഉടനെ ധ്യാനഗുരു പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മാതാവിനോടൊന്ന് പറഞ്ഞു നോക്കാം. ഉടനെ 4 പേരും മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് വിടാൻ ഈശോയോട് പറ. ഞങ്ങൾ എന്തോരം കാര്യങ്ങളാണ് നിൻ്റെ പള്ളിക്ക് വേണ്ടിയൊക്കെ ചെയ്തത്. മാതാവ് ചോദിച്ചു, മക്കളെ ഏത് പള്ളിയാണ്? ഇവിടെ വാളംപുള്ളി പള്ളിയേ. അതേതാ? ഞങ്ങൾ 3 പേര് വാളംപുള്ളി ഇടവകയെന്നുള്ളവരാ. അപ്പോൾ വാളംപുള്ളി മാതാവിന് ഞങ്ങളൊരു വലിയ പള്ളി പണിതേ. നമ്മുടെ ഈ ഏലിക്കുട്ടി ചേർത്ത് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തത് ഞങ്ങളുടെ ഇടവകയിൽ. ഞങ്ങളൊക്കെ എന്തോരം സംഭാവന കൊടുത്തിട്ടുണ്ട്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയേ. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ 3 പേരും എന്നും പള്ളിയിൽ പോകുമായിരുന്നു. എന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവളുടെ മക്കളാണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള മക്കളൊക്കെ കുർബാനയിലേക്കാനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാതാവ് ഒന്ന് പറ മാതാവേ, ഈ ഈശോയോട് ഞങ്ങളെ ഒന്ന് കടത്തിവിടാൻ. മാതാവ് പറഞ്ഞു, മക്കളെ, എനിക്കിതിലൊന്നും പറയാൻ പറ്റില്ല. ഈശോയല്ലേ വിധി കർത്താവ്, ഈശോ പറയുന്നില്ല ചെയ്യാൻ പറ്റുള്ളൂ. ഉടനെ അവർ വീണ്ടും യോസേപ്പിതാവിനെ നേരെ ഇരുന്നിട്ട് പറഞ്ഞു, യോസേപ്പിതാവേ ഒന്ന് പറയാം, യോസേപ്പിതാവേ, ഈശോയെ വളർത്തി വലുതാക്കിയ യോസേപ്പിതാവല്ലേ, ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് ഒന്ന് കടത്തിവിടാൻ പറ. പുഞ്ചിരിച്ചുകൊണ്ട് യോസേപ്പിതാവ് പറഞ്ഞു, മക്കളെ അങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിന്നെയോ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അവിടെ വലിയ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചേക്കുക. ഉടനെ അവർ 4 പേരും വളരെ ദുഃഖിതരായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടോ, നമ്മുടെ ആ ഞൊണ്ടിച്ചെറുക്കനെ ഒരു നേപ്പാളി പയ്യൻ്റെ കയ്യും പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൂളായിട്ട് കയറിപ്പോണം. മറിയിച്ചാർ തൊൻ്റെ ദൈവമേ, നേരത്തെ അറിയാമായിരുന്നെങ്കിൽ വല്ല മര്യാദയ്ക്ക് അവിടെയും ജീവിക്കാമായിരുന്നു. ഇതിപ്പോൾ അവിടെയില്ല ഇവിടെയില്ലാതെ ആയിപ്പോയല്ലോ. വലിയ കഷ്ടമായിപ്പോയി. രാവിലെ എഴുന്നേറ്റ് ഹോണ്ടോസക്കാറിലാണ് പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെയാണെങ്കിൽ പിന്നെ ഒരു കസേരയൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വെറുതെ ആയിപ്പോയല്ലോ, മര്യാദയ്ക്ക് അവിടെയും ജീവിക്കാൻ പറ്റിയില്ല. ആ കേട്ടുന്ന മാലാഖ ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ മര്യാദയ്ക്കല്ലേ ജീവിച്ചത്? അത് ശരി. അങ്ങനെ മാലാഖമാരൊക്കെ പതുക്കെ മന്ദഹസിക്കാൻ തുടങ്ങി. അങ്ങനെ 4 പേരും അവസാനം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ധ്യാനം നമുക്ക് വേറെ വഴി നോക്കാം. അവർ പുറംതിരിഞ്ഞ് നോക്കിയപ്പോണ്ടാ വേറൊരു നല്ല പാത കണ്ടു, മൊസൈക്കൊക്കെ ഇട്ട് ടൈൽസൊക്കെ ഇട്ട് പതിപ്പിച്ച വലിയൊരു പാത. നമുക്കിതിലേ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ദൂരേന്ന് കണ്ടു അവിടെ പിശാചും കൂട്ടാളികളും വലിയ സ്വാഗതം പാട്ടൊക്കെ പാടി ഇവരെ സ്വാഗതം ചെയ്യുവാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണത്. വളരെ വ്യക്തമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിന്നെയോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന്. അപ്പം വളരെ ചിന്തിക്കേണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വിചാരമിരിക്കുന്നത്, ഞാൻ കുറേ പ്രാർത്ഥനകൾ നടത്തിയാൽ, കുറേ ഭക്തകാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ എൻ്റെ സീറ്റ് ഉറപ്പാണെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കും, അപ്പോൾ ഈ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കർത്താവ് ഇപ്പം പറയണത് ഞാൻ അറിയുന്നില്ലെന്നാണ് പറഞ്ഞത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെ വിളിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം വിളിക്കാൻ, വാക്കിലല്ല കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, എടാ കഴുതേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ അവനാണ് ആ കഴുതയെന്ന് വിളിച്ചതിലുള്ള വിഷമം തോന്നുക, അവനാണ് പ്രതികരിക്കുക. അല്ലാണ്ട് കാട്ടിൽ നിന്നൊരു കഴുതയും വരാൻ പോണില്ല. അപ്പം ഞാൻ പറയാം, എൻ്റെ മോനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ എൻ്റെ അടുത്തുനിന്നിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കും വെള്ളം എടുത്തുകൊണ്ട് തരിക. എൻ്റെ അമേരിക്കയിലുള്ള മകൻ എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് തരികയില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിലാരിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ കർത്താവേ കർത്താവേ എന്നോ
ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് സ്തോത്രം ചെയ്യുന്നതിന് മുമ്പോ ഞാൻ സ്വയം ചിന്തിക്കണം, ധ്യാനിക്കണം. എൻ്റെ ഉള്ളിൽ ആരാണ്? എൻ്റെ ഉള്ളിൽ ശരിക്കും ഈശോയുണ്ടോ? അതെങ്ങനെ അറിയുക? പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൃപകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഈശോയാണ്. നേരെ മറിച്ച് എൻ്റെ ഉള്ളിൽ അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും മറ്റ് അശുദ്ധ വിചാരങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഹല്ലേലൂയ പറയുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിശാചിന് തന്നെയാണ്. ഈ പാപ ചിന്തകൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ പിശാചാണ്, സംശയമില്ല. അതായത് നമുക്കറിയാം നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളുണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ ചിന്തകളിൽ പോലും പാപരഹിതമല്ലാത്ത, പാപമുക്തമല്ലാത്ത, പാപം നിറഞ്ഞ ചിന്തകളാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ എൻ്റെ ഉള്ളിൽ കർത്താവില്ല. പിന്നീട് ഞാൻ കർത്താവെ എന്ന് വിളിച്ചാൽ ഞാൻ വിളിക്കുന്നത് കർത്താവിനെ അല്ല, പിന്നെയോ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിശാചിനെ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടോ ബൈബിൾ വചനം വായിച്ചതുകൊണ്ടോ ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടോ കർത്താവെ എന്ന് വിളിച്ചാൽ നാം പുകഴ്ത്തിയത് കൊണ്ടോ പുകഴ്ത്തപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതും കർത്താവല്ല, പിന്നെയോ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പിശാചായിരിക്കും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ഹല്ലേലൂയ പറയുന്നതിന് മുമ്പ്, കർത്താവെ എന്ന് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഉള്ളിൽ ശരിക്കും കർത്താവുണ്ടോ? എൻ്റെ ഉള്ളിൽ ശരിക്കും ഈശോ ജീവിക്കുന്നുണ്ടോ? നമുക്ക് ഓരോരുത്തർക്കും സ്വയം വിലയിരുത്താം, ആത്മകഥം ചെയ്യാം, പാപസങ്കീർത്തനത്തിലൂടെ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് യഥാർത്ഥ ഈശോയെ സ്വീകരിക്കാം. ആ ഈശോ പഠിപ്പിച്ചുള്ള വചനമനുസരിച്ച് തന്നെ നമുക്ക് വിശുദ്ധിയിലും വിനയത്തിലും വിശ്വാസത്തിലും വളരാനുള്ള കൃപയാനുഗ്രഹവും ഈശോ നമുക്കേവർക്കും നൽകട്ടെ. ആമേൻ.